എന്താടാ എന്താടാ വർക്കി? എന്താടാ വർക്കി? എന്താടാ കാര്യം? പോയി കുട്ടിച്ചായ, പോയി. ഈ വീട്ടിലെ രാജകുമാരി പോയി. എന്താടാ വർക്കി നീ പറയുന്നേ? അമ്മച്ചി, അവള് വേറെ ആരുടെ കൂടെ പോയിരുന്നെങ്കിലും ഞാൻ സഹിച്ചേനെ. ഇതെനിക്ക് സഹിക്കാൻ പറ്റണില്ല അമ്മച്ചി. യോച്ചായ സമ്മതിച്ചില്ലല്ലോ. അന്നേ ഞാൻ അവന്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ പോയതല്ലേ, സമ്മതിച്ചില്ലല്ലോ യോച്ചായ. പറയുന്നു തുറന്ന് പറയണം. ആ സുധി എന്ന് പറയുന്ന നാറിയുടെ മാറിൽ ചാരിയെന്ന് എന്നോട് അവള് പറഞ്ഞു. അവൾ അവന്റെ നടന്ന്, അവര് തമ്മിൽ ഇഷ്ടമാണെന്ന്. ആര്? നമ്മുടെ മിനിയോ? ഇനി വരില്ല അവൾ ഈ വീട്ടില്. അവന്റെ കൂടെ ഉറങ്ങും അവളിന്ന്. എന്തിനാടാ തടിമാനന്മാരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പോയത് പോയില്ലേ, പോട്ടെ. എന്റെ അമ്മക്കൾ ഒരുത്തനും വിഷമിച്ചു പോരുത്. നിങ്ങളൊക്കെ അവളെ വേണ്ടതിൽ കൂടുതൽ സ്നേഹിച്ചിരുന്നു ഈ അമ്മച്ചിക്ക് അറിയാടാ, ഈ അമ്മച്ചിക്ക് ഉറപ്പാടാ. എറിയടാ അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് എറിയാൻ, എടാ പുറത്തെടുത്ത് എറിയാൻ. വീട്ടിലെ വിളക്കണഞ്ഞതാ. അവള് പോയി, പോയത് പോട്ടെ. പക്ഷെ അവളെ ഇറക്കിക്കൊണ്ട് പോയവരുണ്ടല്ലോ, അവന്റെ ശരീരം ഇതുപോലെ വെട്ടി നുറുക്കി കത്തിക്കണ്ടേടാ ഈ ചായന്മാര്. കത്തിക്കണച്ച, കത്തിക്കണം. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാ. അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നു. നിന്നെ വെട്ടിക്കുറുക്കി കൊന്നാലും അവരുടെ കലി തീരില്ല. അവരും എത്തും മുമ്പ് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാ പ്ലീസ്. എടാ എങ്ങോട്ടെങ്കിലും പോകാൻ. ഇല്ല, അവര് വരട്ടെ, ഞാൻ പറഞ്ഞോളാം. പേടിച്ചോടാണെന്ന് എന്നെ കിട്ടില്ല. ഞാൻ സമ്മതിക്കില്ല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്. ശരിയാ സുധി, നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്. വാ സുധി, നമുക്ക് പോകാം. മിനി വരാനാ പറഞ്ഞത്. ഇറക്കി പിടികളെ. കൂട്ടുകാരൻ എന്തിനാ എന്നെ തല്ലുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്തായി? കണ്ടില്ല. പറഞ്ഞേടാ, അവരെവിടെ? പറ. എവിടാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ആ വഴിക്ക് എങ്ങാണ്ടാ ഓടിയത്? ആ സുധേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വീടല്ലേ ഇത്? ആ മക്കളെ കാലത്തീറ്റ കൊടുത്തു വളർത്തുന്ന തന്തയും തള്ളയും ഒന്ന് കണ്ടിട്ട് പോവാമെന്നതാ. മോന് പ്രേമക്കൊതി കൂടുതലാണേലേ എവിടുന്നെങ്കിലും 5-6 പെമ്പിള്ളേരെ കൊണ്ട് കെട്ടി നിർത്തി കൊടുക്കണോ, കൊതി തീർക്കട്ടെ. നിങ്ങൾ ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. മോളെ പോലെ താഴെ വെക്കാതെ വളർത്തിയെടുത്ത് ഞങ്ങളുടെ പൊന്നനിയത്തിയെ തട്ടിക്കൊണ്ടുപോയി നിങ്ങൾ വളർത്തി വിട്ടിയ ആ പട്ടി. പുറകെ നടന്ന് മയക്കിയെടുത്തിട്ട് ഇപ്പൊ അവളെ കൂടെ ഒളിച്ചോടിയിരിക്കുന്നു അവൻ. വേണ്ട, ഞങ്ങൾക്കിനി അവളെ വേണ്ട, അവള് ചത്തുപോയി. പക്ഷെ അവനുണ്ടല്ലോ നിങ്ങളുടെ മോൻ, അവൻ എവിടെ പോയി ഒളിച്ചാലും വിടില്ല. വെട്ടി നുറുക്കി കൊല്ലും ഞങ്ങള്. അത് തന്തയുടെ മുമ്പ് വെച്ചായാലും തള്ളയുടെ മുമ്പ് വെച്ചായാലും ചെയ്തിരിക്കും.
കരുതിയിരുന്നോ? പാടാ. എന്താ ഇത്? പോകാം, നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് അന്വേഷിക്കാം അവനെ. എന്തിനാ? പറഞ്ഞ കേട്ടില്ലേ, പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടിയെന്ന്. അങ്ങനെയുള്ളതിനെ എവിടെ പോയി അന്വേഷിക്കാനാ? എന്തിനന്വേഷിക്കാൻ? കറങ്ങി തിരിഞ്ഞു വരും, അന്നേരം ആലോചിക്കാം. നോക്ക്, അവരെന്തെങ്കിലും ചെയ്തു കളയും നമ്മുടെ സുധിയെ. ചെയ്തോട്ടെ. അവര് പറഞ്ഞ പോലൊക്കെ അവൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവനത് വേണം. അതിനെന്താ? നീ എന്തിനാ വിഷമിക്കുന്നേ? വിഷമിക്കേണ്ടത് ഞാനല്ലേ തെറ്റിയത്. മോനെ പോലെ വളർത്തിയില്ല, കൂട്ടുകാരനെ പോലെ വളർത്തി. അതിന്റെ ശിക്ഷ. ആ വന്നവന്മാരുടെ ഭാഷ കേട്ടല്ലോ, അപ്പൊ മനസ്സിലായി കാണുമല്ലോ ആ അവള് എങ്ങനത്തവളായിരിക്കുമെന്ന്. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ എന്റെ സുധി ചന്ദ്രിക തന്നെ പറ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അതുപോലെ ചെയ്യും. എടാ സുധി, ഈ നാട്ടിൽ നീ ഒരു നിമിഷം കൂടി നിന്ന് പോരുത്. കണ്ണി കണ്ടവരൊക്കെ തല്ലി കലി പിടിച്ച് നടക്കുക. അവര് ഉടനെ എങ്ങോട്ടെങ്കിലും പോണം, അല്ലെങ്കിൽ അവർ നിന്നെ തല്ലിക്കൊല്ലുന്നത് ഞങ്ങൾ കണ്ടു വെക്കേണ്ടി വരും. നിങ്ങൾ ഒരുമിച്ച് നടക്കുന്ന കാണാൻ ഒരു ഐശ്വര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന് നിന്റെ ചോരയുടെ മണം വരുന്നടാ. അതുകൊണ്ട് ഈ ബന്ധം ഞങ്ങൾ പോവടാ എന്റെ വീട്ടിലേക്ക്, എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. ഒരു ചോരയുടെ മണം അവിടെ വരില്ല. എങ്കിൽ ഉടൻ പുറപ്പെടടാ സുധി. പോകാം സുധി, എല്ലാം പിന്നെ ശരിയായിക്കോളും. വാടാ, വാ. ആ ബൈക്ക് അവിടെ വെച്ചിട്ട് കാറിലോട്ട് കയറ. വാമിനി, നീ മാത്രം കയറിയാ മതി. അച്ഛാ, മിനി. മനസ്സിലായി, അതുകൊണ്ടാ നീ മാത്രം കയറിയാ മതി എന്ന് പറഞ്ഞ. ഇല്ല അച്ഛാ, മിനി ഇല്ലാതെ അവളില്ലാതെ ഞാൻ വരില്ല. യാചിക്കാം, മിനി ഇല്ലാതെ ഞാൻ വരില്ല. കൊണ്ടുപോകൂടാ നിന്നെ. ഇവിടെ കൊണ്ടുപോയി അവിടെ ചേട്ടന്മാരുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്ക്. തൊട്ടുപോരുത് എന്റെ പെണ്ണിനെ. കൊണ്ടുപോവാൻ. വേണ്ട സുധി, അച്ഛനുമായിട്ട് വഴക്ക് വേണ്ട. ഞാൻ പോയേക്കാം. നിർത്തടാ, നിർത്താൻ. നീ കാറെ കയറുന്നുണ്ടോ? അമ്മയെ കാണിക്കാനായി ഞാൻ കൊണ്ടുവരുന്ന എന്റെ പെണ്ണാ ഇവള്. ഇവളില്ലാതെ ഞാൻ വരില്ല. ഇവളില്ലാതെ നീ വരും. സുധി, ഇനി നിങ്ങൾ എങ്ങോട്ട് പോകും? പറയടാ, ഇനി എങ്ങോട്ട് പോകും? ആ അച്ഛന്റെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ നിനക്ക് 1000 നാക്കായിരുന്നല്ലോ. അങ്ങേര് ഇതൊക്കെ കാട്ടിക്കൂട്ടിയപ്പോ കണ്ടടാ ആ സ്നേഹത്തിന്റെ മാറ്റ്. മിനിയും പറഞ്ഞല്ലോ ഒരുപാട് വീട്ടുകാരുടെ സ്നേഹത്തെ കുറിച്ച്. ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ടു, അറിഞ്ഞു ആ സ്നേഹം. നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന സ്നേഹം എന്തുവാ ഒന്ന് പറഞ്ഞതാ. ഇങ്ങനെ അന്തിച്ച് നിൽക്കാതെ വാട എന്റെ വീട്ടിലേക്ക്. ഞാൻ കാണിച്ചുതരാം സ്നേഹം എന്താണെന്ന്. വലിയ ബംഗ്ലാവൊന്നുമില്ല, ഒരു കുടില. എന്റെ അപ്പൻ ഒരു മുക്കുവനാടാ. പക്ഷെ ആ നെഞ്ചത്ത് നേരും നെറിയുണ്ട്. കടൽ പോലെ കിടക്കുന്ന സ്നേഹമുണ്ട്. ഒരുത്തനും തൊടില്ല നിങ്ങൾ അവിടെ. നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. എന്റെ അപ്പന്റെ അടുത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. വാടാ.